ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വെനസ്വേലയിലെ അമേരിക്കൻ ആക്രമണം സ്ഥിരീകരിച്ച ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കി രാജ്യത്തിന് പുറത്തെത്തിച്ചെന്നും ട്രംപിന്റെ അവകാശവാദം. തലസ്ഥാനമായ കാരക്കാസ് അടക്കം 7 ഇടങ്ങളിലാണ് ഇന്ന് വൻ സ്ഫോടനങ്ങൾ ഉണ്ടായത്. അനുപമ ശ്രീദേവി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. അനുപമ, ഈ ട്രംപിന്റെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ അത് ലോകവ്യാപകമായി വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമാകും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ആനന്ദ്, ആഗോള രാഷ്ട്രീയത്തിന് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അവകാശവാദമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ അവകാശവാദം അനുസരിച്ച് വെനസ്വേലൻ പ്രസിഡന്റായിട്ടുള്ള നിക്കോളസ് മഡൂറോയും ഭാര്യയെയും പിടികൂടിയിരിക്കുകയാണ്. ഇരുവരെയും രാജ്യത്തിന് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും ഒരു സ്ഥിരീകരണവും അല്ലെങ്കിൽ അവകാശവാദവും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ നടത്തിയിരിക്കുകയാണ്. ഈ കാരക്കാസിൽ ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിന് ശേഷം ഈ പ്രധാനമായിട്ടും തലസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ വെനസ്വേലയിലെ ഏറ്റവും വലിയ നഗരമായ കാരക്കാസിലെ ആക്രമണങ്ങളുടെ പ്രധാന ഉദ്ദേശം തന്നെ ഈ മഡൂറോയെ പിടികൂടുക അല്ലെങ്കിൽ വെനസ്വേലയിലെ 2013 മുതൽ അധികാരത്തിലുള്ള ഇടതു സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണമായിരുന്നു ഇന്നത്തെ വ്യോമാക്രമണങ്ങൾ എന്നാണ് നേരത്തെ തന്നെ ആഗോള നിരീക്ഷകരെല്ലാം കരുതിയിരിക്കുന്നത്. ആ ഒരു ആശങ്ക ശരിവെച്ചുകൊണ്ടുള്ള ഒരു അവകാശവാദമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇരുവരെയും കാരക്കാസിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു, ഇരുവരെയും രാജ്യത്തിന് പുറത്തെത്തിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് മഡൂറോ അടക്കമുള്ള ആളുകൾ ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഇങ്ങനെ മഡൂറോയും ഭാര്യയും ബന്ദിയാക്കി എന്ന് പരസ്യമായി അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പോസ്റ്റ് ഇടുന്നത്. ലോകരാജ്യങ്ങൾ ഇതിനോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് നമുക്കിത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റായി കാണാമോ അനുപമ? തീർച്ചയായും കുറച്ച് കഴിഞ്ഞിട്ട് US സമയമനുസരിച്ച് 11 മണിക്ക് മാറയിലാഗോയിൽ ട്രംപ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിനായിട്ട് ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടെയാണ് ഈ വാർത്താ സമ്മേളനം നടക്കുക. എന്തായിരുന്നു ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം, എങ്ങനെയാണ്, ഏത് സൈനിക വിഭാഗമാണ് ആക്രമണം നടത്തിയത്, എങ്ങനെയാണ് മഡൂറോയെയും ഭാര്യയെയും പിടികൂടിയെന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിലായിരിക്കും പുറത്തുവിടുക. ഇപ്പോൾ ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പുതുവത്സര ദിനത്തോടനുബന്ധിച്ചാണ് മഡൂറോ US എല്ലാ ചർച്ചകൾക്കും വാതിൽ തുറന്നിടുന്നു എന്നുള്ളൊരു പ്രസ്താവന നടത്തിയത്. അതിപ്പോൾ എണ്ണ വിഷയമാണെങ്കിൽ എണ്ണയാണ് US വേണ്ടതെങ്കിൽ നിക്ഷേപങ്ങൾക്ക് തയ്യാറാണ് എന്നും, അതല്ല നാർക്കോ ടെററിസമാണ് നേരിടേണ്ടതെങ്കിൽ അതിൽ വെനസ്വേലൻ സർക്കാർ US ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുള്ള പ്രസ്താവന നടത്തിയത് ഈ പുതുവത്സര ദിനത്തിലാണ്. എന്നാൽ അതിനു മുൻപ് തിങ്കളാഴ്ച ട്രംപ് നടത്തിയ ഒരു ഭീഷണി എന്നുള്ള ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്രയും വേഗം രാജ്യം വിടുകയോ സ്വയം ഭരണത്തിൽ നിന്ന് മാറുന്നതോ ആയിരിക്കും മഡൂറോയ്ക്ക് നല്ലത് എന്നുള്ളൊരു ഭീഷണി മുഴക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഡിസംബർ 25 തന്നെ പദ്ധതിയിട്ടിരുന്ന ആക്രമണമാണ്. പല കാരണങ്ങൾ കൊണ്ട്, കാലാവസ്ഥയും മറ്റ് കാരണങ്ങൾ കൊണ്ട് നീട്ടിവെച്ചതാണ്. ഒടുവിൽ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകമായിട്ടും കാരക്കാസ് ലക്ഷ്യമിട്ട് വെനസ്വേലയിൽ കടന്ന് തലസ്ഥാനം തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം മഡൂറോയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. പ്രധാനമായിട്ടും ഒരു അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ലോക നേതാവാണ് മഡൂറോ എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും മഡൂറോയെ രാജ്യത്തിന് പുറത്തെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ദീർഘകാലമായി നടന്നിരുന്നു. മുൻപെല്ലാം ഈ ബ്ലൂംബർഗ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു മഡൂറോയുടെ അടുത്ത സൈനിക ഉദ്യോഗസ്ഥരെയും തന്നെ കേന്ദ്രീകരിച്ച് അവർ വഴി മഡൂറോയെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള, അതായത് വിമാനം രാജ്യത്തിന് പുറത്ത് കടക്കുന്നതടക്കമുള്ള ഫ്ലൈറ്റ് ലോഗുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മഡൂറോയെ രാജ്യത്തിന് പുറത്തെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളെല്ലാം നേരത്തെ ഈ US CIA നടത്തിയിരുന്നതായിട്ട് മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു നീക്കം വിജയം കണ്ടു എന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവകാശവാദം. അതായത് മഡൂറോയും ഭാര്യയെയും പിടികൂടിയിരിക്കുന്നു, രാജ്യത്തിന് പുറത്തെത്തിച്ചിരിക്കുന്നു. അടുത്ത നടപടി എന്ന് പറയുന്നത് കസ്റ്റഡിയിലെടുത്തു എന്ന് തന്നെയാണ് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവകാശവാദം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2013 മുതൽ ഈ കാര്യത്തിൽ ഇപ്പോൾ ലോക വാർത്തകൾ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചൊരു ആകാംക്ഷ, ഈ വെനസ്വേലയിലേക്ക് കടന്നുകയറി US മിലിറ്ററിക്ക് അവിടുത്തെ ഫോഴ്സിനെയൊക്കെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തലസ്ഥാന നഗരമടക്കം കീഴടക്കിക്കൊണ്ട് ബന്ദികളാക്കാൻ സാധിക്കുമോ എന്ന കാര്യം വീണ്ടും വീണ്ടും ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ അത് മനസ്സിലാക്കുന്നതിന് പരിമിതികളുമുണ്ട്. എങ്കിലും അനുപമ ഇന്റർനാഷണൽ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ്? അത് പൂർണ്ണമായും ആ നിലയിൽ നടന്നിട്ട് തന്നെയാകും ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അത് ലോകത്തിനോട് പറയുന്നത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാമോ ലഭിക്കുന്ന സൂചനകൾ വെച്ച്? ആനന്ദ്, ഈ US സൈന്യവും വെനസ്വേലൻ സൈന്യവും തമ്മിലുള്ള താരതമ്യം തന്നെ വളരെ
വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം വെച്ചാൽ US സൈന്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക വിഭാഗമാണ്. എണ്ണത്തിലായാലും ശക്തിയിലായാലും ആയുധ ശക്തിയിലായാലും ഏറ്റവും വലിയ സൈന്യമാണ് US സൈന്യം. മറുഭാഗത്തുള്ളത് വെനസ്വല എന്ന് പറയുന്നത് ദീർഘകാലമായിട്ട് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു രാജ്യമാണ്. ഈ ഒരു ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ വെനസ്വലൻ ഭരണകൂടം ഒരു യുദ്ധസന്നാഹത്തിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തന്നെ അവരുടെ പരിമിതികൾ മനസ്സിലാക്കിയിരുന്നു. ഈ അടുത്ത കാലത്താണ് BBC അങ്ങനെ ഒരു അനുപമ, ഒരു report ചെയ്തത്. നിമിഷം അതായത്